ബീഹാറിൽ 32 ലക്ഷം വോട്ടർമാരെ തൂക്കിയെടുത്ത് പുറത്തു നിർത്തിയ ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയോടും നിലപാട് കടുപ്പിച്ചു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിശോധനയ്ക്ക് ആധാർ കാർഡും റേഷൻ കാർഡും പരിഗണിക്കണം എന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം പറ്റില്ലെന്ന് തുറന്നു വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓർക്കുക, സുപ്രീം കോടതിയോടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറ്റില്ല എന്ന് പറയുന്നത്. കാരണം രണ്ടും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. രണ്ടിനും ഭരണഘടന നിർവചിച്ചിരിക്കുന്ന അധികാരങ്ങളുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാ ലംഘനം ഉണ്ടായി എങ്കിൽ മാത്രമേ സുപ്രീം കോടതിക്ക് ഇടപെടാനാവൂ. അതിനാൽ തന്നെ വോട്ടവകാശം പൗരന്മാർക്ക് മാത്രം എന്ന കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. 32 ലക്ഷം വോട്ടർമാരാണ് ഇപ്പോൾ ബീഹാറിൽ പൗരത്വം തെളിയിക്കാനും വോട്ടവകാശം തെളിയിക്കാനും പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നല്ലൊരു ഭാഗവും ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരാണ്. ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്, റേഷൻ കാർഡ് എന്നിവ ബീഹാറിലെ ഇലക്ട്രൽ പേഴ്സണൽ CIRന് സാധുവായ രേഖകളായി കണക്കാക്കണം എന്ന സുപ്രീം കോടതിയുടെ വീക്ഷണമാണ് ഇപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പറ്റില്ലെന്ന് അറിയിച്ചിരിക്കുന്നത്.